കൂട്ടുകാരെ, ഇപ്പം നോമ്പ് കാലങ്ങളാണല്ലോ വരുന്നത്. അപ്പൊ ഇപ്പം നല്ല ചൂടും കൂടിയല്ലേ. അപ്പൊ നമുക്ക് ശരീരത്തിന് നല്ല തണുപ്പും ഗുണകരമായിട്ടുള്ള നാരങ്ങ വെള്ളങ്ങള് 3 തരത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പുതിന നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഒരു ജാറിൽ ലേശം പുതിനയുടെ ഇല ഇട്ട് കൊടുക്കുക. പുതിനയുടെ ഇല കൂടി പോകാൻ പാടില്ല. കൂടിയ പുതിനയുടെ ഇലയുടെ ചൊയ വരും കേട്ടോ മക്കളെ. ഇതാ ഒരു നാരങ്ങയുടെ പാതി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നാരങ്ങ കഷ്ണത്തോടെ ഇട്ട് കൊടുത്താൽ ഒരു ചെറിയ കയ്പ്പ് വരും. അതിനാണ്, അത് വരാതിരിക്കാനാണ് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിന് മധുരത്തിന് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുതിന കൊണ്ടടിച്ച നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് തരിച്ച് ഒഴിക്കാം. ഇതിൽ തരിച്ചെടുക്കാം. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇത് നമുക്ക് നല്ല അടിപൊളി ക്യാരറ്റ് കൊണ്ടൊരു ലെമൺ ജ്യൂസ് അടിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് നമുക്കിനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ മിക്സിയിൽ അരയില്ല, അതുകൊണ്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ചിലർ ജ്യൂസ് അടിക്കുന്നത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജ്യൂസ് അടിക്കുന്ന ജാറിൽ അടിക്കും. ഇനി നമുക്ക് ഈ അരിഞ്ഞ ക്യാരറ്റിനെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലും ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതോടൊപ്പം ഒരു നാരങ്ങയുടെ 1/2 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ പകുതി നാരങ്ങയുടെ നീര്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കൊണ്ടടിച്ച ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് എടുക്കാം. അത് നമുക്കൊരു പാത്രത്തിൽ തരിച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ ലൈം ജ്യൂസും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 100 ഗ്രാം ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ മക്കളെ. മുഴുവനോടെ ഇട്ടാൽ ചിലപ്പോൾ അരഞ്ഞു കിട്ടത്തില്ല. ആ ബീട്രൂട്ടിന് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു നാരങ്ങയുടെ പാതി നീര് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ലൈമും റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി അരിച്ചിട്ടെടുക്കാം. ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ജ്യൂസുകളുടെ മേലെ ഓരോരോ കഷ്ണം നാരങ്ങ മുറിച്ചിട്ടിങ്ങനെ വെച്ചു കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടോ. അങ്ങനെ നമ്മുടെ 3 തരം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ്, പുതിന, ബീട്രൂട്ട്. ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളാണ് കേട്ടോ. എടാ മോനെ, ഇതായി ജ്യൂസുകളൊന്ന് കുടിച്ചോക്കിയേ. ഇച്ചിരി കുടിച്ചിട്ട് മാറ്റിയേക്ക്. ഇത് ബീട്രൂട്ട് കൊണ്ടുണ്ടാക്കിയ ജ്യൂസ്. ബീട്രൂട്ട് ജ്യൂസ്. അത് പുതിന ജ്യൂസ്. അത് ക്യാരറ്റ് ജ്യൂസ്.
ക്യാരറ്റ് ജ്യൂസ് ഓറഞ്ച് കളറ്, പുതിന ജ്യൂസ് ലൈറ്റ് പച്ച കളറ്, ബീട്രൂട്ട് ജ്യൂസ് മെറൂൺ കളറ്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.